ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഭൂതകാലങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സാമാന്യ ഭൂതകാലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. 6 ഭൂതകാലങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അതിൽ ആദ്യത്തെ ഭൂതകാലമായ സാമാന്യ ഭൂതകാലം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടാമതായിട്ട് പറയുന്ന ഭൂതകാലമാണ്. എന്താണ് അതിന്റെ പേര്? ആസന്ന ഭൂതകാലം. അതായത് ആസന്ന ഭൂതകാലം എന്ന് പറയുന്ന ഭൂതകാലമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ആസന്ന ഭൂതകാലം അതായത് ഭൂതകാലത്തിൽ ക്രിയ കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല, അഥവാ ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ, ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ, അത്തരത്തിൽ അർത്ഥം ലഭിക്കുന്ന ക്രിയാവാക്യത്തെയാണ് നമ്മൾ ആസന്ന ഭൂതകാലം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന അർത്ഥം ലഭിക്കുന്ന ക്രിയാവാക്യത്തെയാണ്. ക്രിയാവാക്യം പ്രത്യേകം എന്റെ മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്രിയാവാക്യം, ക്ലിയർ? ക്രിയാവാക്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസന്ന ഭൂതകാലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഏറ്റവും ലളിതമായിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നോക്കൂ, സാമാന്യ ഭൂതകാല വാക്യത്തിന്റെ അവസാനത്തിൽ കർത്താവിനനുസരിച്ച് ഏതൊക്കെ വരുന്നു? ഹും, ഹോ, ഹേ, ഹൈ യുടെ വിവിധ രൂപങ്ങൾ ചേർത്തു കൊടുത്താൽ ആസന്ന ഭൂതകാല രൂപം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതെല്ലാമാണ് ആ ചേർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് എന്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതൊരു ബോക്സിൽ പ്രത്യേകമാക്കിയിട്ട് ഈ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു നോട്ടൊക്കെ ആക്കിയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്രയാസപ്പെട്ടത് മനസ്സിലാക്കണ്ട, ലളിതമായിട്ട് ഇത്തരത്തിൽ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കൊരു ഉദാഹരണം കൂടി ഇതോട് കൂടി പറയുമ്പോൾ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. നോക്കിക്കോ, ഉദാഹരണമായിട്ട് ജയ്സേ മേം ബൈട്ടാഹും. അപ്പൊ എന്ത് വന്നു? മേം ബൈട്ടീഹും. കണ്ടോ? ബൈട്ടാഹും ബൈട്ടീഹും, സ്ത്രീലിംഗും പുല്ലിംഗും അവിടെ വന്നത് കണ്ടോ? ഇനി അതേപോലെ പറയുന്നുണ്ട് തും ബൈട്ടേ ഹോ. ബൈട്ടേ അതെന്തായി? തും ബൈട്ടീ ഹോ എന്നാകുന്നു. ഇനി നോക്കിക്കോ, വഹ് ബൈട്ടാ ഹേ. ആ സ്ഥാനത്ത് എന്ത് വന്നു? വഹ് ബൈട്ടി ഹേ. അതേപോലെ അവസാനമായിട്ട് ഇങ്ങനെ നോക്കാം, വേ ബൈട്ടേ ഹേ. അതേപോലെ വേ ബൈട്ടി ഹേ. ഇത്തരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ എക്സാമ്പിൾ കൂടി എന്റെ മക്കൾക്ക് പറഞ്ഞു തന്നപ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? മേം ബൈട്ടാഹും അതെന്തായി? മേം ബൈട്ടീഹും. തും ബൈട്ടേ ഹോ അതേപോലെ തും ബൈട്ടി ഹോ എന്നാകുന്നു. വഹ് ബൈട്ടാ ഹേ അത് വഹ് ബൈട്ടി ഹേ എന്നാകുന്നു. വേ ബൈട്ടേ ഹേ വേ ബൈട്ടി ഹേ എന്നാകുന്നു. അപ്പം എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ആസന്ന ഭൂതകാലം എത്തരത്തിലാണ് എന്ന് എന്റെ മക്കൾ മനസ്സിലായല്ലോ. ഇത് അടിസ്ഥാനമായിട്ട് എന്റെ മക്കൾ ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോ, ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ എന്ന അർത്ഥം ലഭിക്കുന്ന ക്രിയാവാക്യത്തെ എന്ത് പറയുന്നു? ആസന്ന ഭൂതകാലം എന്ന് പറയുന്നു. ഇത് സിമ്പിൾ ആക്കി നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഈ എക്സാമ്പിൾസും കൂടി നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി നിങ്ങൾ ഇതും കൂടി ഈ നോട്ടും കൂടി നിങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് ആസന്ന ഭൂതകാലം മനസ്സിലായില്ലേ? അപ്പൊ 2 ഭൂതകാലം നമ്മൾ മനസ്സിലാക്കി. സാമാന്യ ഭൂതകാലം ഒന്നാമതായി നമ്മൾ പറഞ്ഞ സാമാന്യ ഭൂതകാലം നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ അടുത്തതായിട്ട് എന്ത് പറഞ്ഞു? ആസന്ന ഭൂതകാലം നമ്മൾ പറഞ്ഞു. നമുക്ക് വേറെയും 4 ഭൂതകാലം കൂടി അഡീഷണൽ പഠിക്കാനുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അगर वीडियो में फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.